നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോനെ വിപിനെ, എന്താ പറ്റിയത്? നോക്കട്ടെ. വിരല് മുറിഞ്ഞിട്ടുണ്ടല്ലോ. ചോര വരുന്നുണ്ടല്ലോ. മുത്തച്ഛന് കാഴ്ചയില്ലല്ലോ. പിന്നെങ്ങനെയാ എന്റെ വിരൽ മുറിഞ്ഞത് മുത്തച്ഛൻ കണ്ടത്? കൃത്യമായി മുറിവേറ്റ വിരൽ തന്നെ ഈ തുണി വെച്ച് കെട്ടാൻ മുത്തച്ഛൻ എങ്ങനെയാ കഴിഞ്ഞത്? മോനെ, എനിക്ക് കണ്ണിന് കാഴ്ചയില്ലെങ്കിലും ചുറ്റിനും നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് നല്ല ശ്രദ്ധയുണ്ട്. അന്ധനാണെങ്കിലും അകക്കണ്ണിലൂടെ എല്ലാം ഞാൻ കാണുന്നുണ്ട്. ചേച്ചി, ചേച്ചി. എന്താ പ്രതാപ? നമ്മുടെ സിറ്റൗട്ടിൽ ഒരു സംഭവം നടന്നിരിക്കുന്നു. എന്ത് സംഭവം? വിപിൻ അവിടെ ഇരുന്ന് ആപ്പിള് കട്ട് ചെയ്യായിരുന്നു. എന്നിട്ട് കട്ട് ചെയ്യുന്നിടയ്ക്ക് അവന്റെ വിരലൊന്ന് മുറിഞ്ഞ് ചോര വന്നു. അയ്യോ, എന്നിട്ട്? അങ്ങനെ വെപ്രാളപ്പെടാനൊന്നുമില്ല. അത്ര കാര്യമായിട്ടുള്ള മുറിവൊന്നുമല്ല അവന്. ചേച്ചി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ശരി, നീ എന്താന്ന് വെച്ചാ തുറന്നു പറയാമോ? വിപിന്റെ വിരല് മുറിഞ്ഞ നേരത്ത് ആ കിളവൻ കണ്ണു കാണാത്ത ആള് കൃത്യമായിട്ട് അവന്റെ അടുത്ത് വന്നു. എന്നിട്ട് അയാളുടെ മുണ്ട് കീറിയെടുത്ത് ഏത് വിരലിലാണോ മുറിവ് പറ്റിയത് കൃത്യം ആ മുറിവിൽ തന്നെ വെച്ച് കെട്ടി കൊടുത്തു. അയ്യോ പാവം. കാഴ്ചയില്ലെങ്കിലും അയാള് കൃത്യസമയത്ത് തന്നെ വന്ന് ഉപകരിച്ചല്ലോ. ഓ, എന്റെ ചേച്ചി, അയാൾ ഉപകരിച്ചതാണോ ഇവിടുത്തെ വിഷയം? കണ്ണിന് തീരെ കാഴ്ചയില്ലാത്ത ഒരാൾക്ക് ഇതെല്ലാം കാഴ്ചയുള്ള ഒരാളെ പോലെ എങ്ങനെ ചെയ്യാൻ കഴിയുന്നു? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. എന്റെ സംശയം വിപിനുണ്ടായി. അവനെന്ന് അയാളോട് ചോദിക്കുകയും ചെയ്തു. അപ്പോ ആ കാഴ്ചയില്ലാത്ത ആള് പറയാ, കാഴ്ചയില്ലെങ്കിലും അകക്കണ്ണുകൊണ്ട് അയാൾക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയുന്നുണ്ടെന്ന്. അത് ശരിയാണല്ലോ. കാഴ്ചയില്ലാത്ത അയാൾ എങ്ങനെ വിപിന്റെ മുറിവ് കൃത്യമായിട്ട് വെച്ച് കെട്ടി? എടാ, നമ്മുടെ സംശയങ്ങൾ ശരിയായി വരികയാണോ? അതേ ചേച്ചി, നമ്മുടെ സംശയങ്ങൾക്ക് കഴമ്പുണ്ടെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. അയാൾക്ക് കാഴ്ചയില്ലെന്ന പരിഗണന കൊണ്ട് ഇങ്ങനെ നിസ്സാരമായിട്ട് വിട്ടാൽ ശരിയാവില്ല. അയാളെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം. അയാൾ ആരാണെന്ന് അറിയണം ചേച്ചി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.